അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്ർ, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഏറ്റവും മഹത്വമുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറഞ്ഞാൽ കടം ധാരാളമുള്ളവർക്ക് വളരെയധികം എഫക്റ്റീവായ ഒരു ദിക്റാണ്. മഹാന്മാർ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ അവിടുന്ന് ഇജാസത്ത് കൊടുത്തിരുന്ന ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. ഈ ദിക്ർ ധാരാളമായി ചൊല്ലാനാണ് അവിടുന്ന് ഇജാസത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും മഹത്വമുള്ള ദിക്റാണ്. യാ മുഅ്തി ലാ തുബ്തി, നൽകുന്ന റബ്ബേ നീ വൈകിപ്പിക്കരുത്, ലേട്ടാക്കരുത് എന്നർത്ഥം വരുന്ന ഈ ദിക്ർ ധാരാളമായി കടമുള്ളവർ രാവിലെയും വൈകുന്നേരവും വർദ്ധിപ്പിക്കാനാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നത്. ഈ ദിക്ർ ധാരാളം ചൊല്ലാൻ കഴിഞ്ഞാൽ അവന്റെ കടം അവൻ അറിയാത്ത രൂപത്തിൽ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും, അല്ലാഹു തആല തീർത്തു കൊടുക്കും, അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കും. കടം എന്നുള്ളത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കടം എത്രയും പെട്ടെന്ന് കൊടുത്തു വിടാനുള്ള വഴികൾ തുറന്നു കിട്ടാൻ വേണ്ടി ഒരുപാട് വഴികൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴികളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ, നല്ല ഇഖ്ലാസോടെ ഈമാനോടുകൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു തആല നമുക്കുള്ള കടങ്ങൾ തീർക്കാനുള്ള വഴികൾ തുറന്നു തരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കടം വെച്ച് ആരുടെയും മരണം അല്ലാഹു തആല തരാതെ കടമെല്ലാം, എല്ലാ ബാധ്യതകളും എല്ലാം കൊടുത്തു വീട്ടി സന്തോഷത്തോടുകൂടെ ലോകത്തുനിന്ന് പിരിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ദിക്റാണ് യാ മുഅ്തി ലാ തുബ്തി, യാ മുഅ്തി ലാ തുബ്തി എന്ന ദിക്ർ ധാരാളമായി രാവിലെയും വൈകുന്നേരം വർദ്ധിപ്പിക്കുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.